ഇന്ന് നമുക്ക് പാനിപ്പൂരി എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും ചേർത്ത് ഇതുപോലെ വേവാൻ വെക്കുക. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പാനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിന്ന് 3 തരം പാനിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിനാവശ്യമായിട്ടുള്ള ജീരകം നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ജീരകപ്പാനി തയ്യാറാക്കാം. അതിനാവശ്യമായിട്ട് 1 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഒരു പച്ചമുളക് അല്ലെങ്കിൽ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന്, പിന്നെ കുറച്ച് പുതിനയും ചേർത്ത് അരച്ചെടുത്ത ശേഷം നല്ല തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ച നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. പിന്നീട് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്, ഒരു ഹാഫ് ലെമൺ. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ലാസ്റ്റ് പിഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ ജീരകപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഗാർലിക് പാനി. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് തൊലി കളഞ്ഞ് എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പിന്നെ ജീരകപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ചാറ്റ് മസാലയും, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, പിന്നീട് ഒരു പകുതി കംപ്ലീറ്റ് നാരങ്ങ, കുറച്ച് വലിപ്പമുള്ള ഒരു പകുതി നാരങ്ങ ഫുള്ളും പിഴിയുക. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം അതിലേക്ക് നേരത്തെ പോലെ തന്നെ തണുത്ത വെള്ളം മിക്സ് ചെയ്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. പിന്നീട് ഉപ്പും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഇനി മൂന്നാമത്തതായിട്ടുള്ളത് മിൻറ്റ് പാനി. മിൻറ്റ് പാനിക്ക് പുതിനയും മല്ലിയിലയും ആവശ്യത്തിന് എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പൊടി കായവും, പിന്നെ ഒരു പച്ചമുളകും, ഒരു കഷ്ണം ഇഞ്ചിയും, ആവശ്യത്തിന് ജീരകപ്പൊടിയും, പിന്നെ 1 സ്പൂൺ ചാറ്റ് മസാലയും, പിന്നെ ഉപ്പും, അതുപോലെ പുളി നന്നായിട്ട് പിഴിഞ്ഞത് അതൊരു 2-3 സ്പൂൺ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. പിന്നീട് നേരത്തെ പോലെ തന്നെ തണുത്ത വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മിൻറ്റ് പാനി. ഇനി ലാസ്റ്റ് നമുക്ക് പാനിപ്പൂരിയിലേക്കുള്ള ഫില്ലിങ്സ് ആയിട്ട് ഉരുളക്കിഴങ്ങ് നേരത്തെ നമ്മൾ വേവാൻ വെച്ചിരുന്നു. അത് നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും, ഉപ്പും, പിന്നെ കുറച്ച് ജീരകപ്പൊടിയും, പിന്നെ ചാറ്റ് മസാലയും, അതേപോലെ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ജോയിനായി വരണം. കംപ്ലീറ്റ് ആ മസാല എല്ലാത്തിലേക്കും പിടിക്കുന്ന കണക്കിൽ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. ഫൈനലി ഇനി നമുക്ക് പൂരി വേണം. പൂരി നമുക്ക് എണ്ണയിൽ ഇതുപോലെ പൊരിച്ചെടുക്കാം. ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ് വാങ്ങിയത്. നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പൂരിയൊക്കെ നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പാനിപ്പൂരിക്ക് വേണ്ട എല്ലാ ഐറ്റംസും റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പം ഞാൻ ഒരു പുളിയുടെ ഒരു ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ചട്നിയാണ്. ഇത്തവണ ഞാനത് വാങ്ങുകയാണ് ചെയ്തത്, വീട്ടിൽ പ്രിപ്പയർ ചെയ്തില്ല. നിങ്ങൾക്കത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഞാൻ വേറെ ഒരു വീഡിയോയിൽ പുളിയുടെ ചട്നി ഇങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വേണമെങ്കിൽ ചെയ്യാം. സോ ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് വീട്ടിൽ പാനിപ്പൂരി പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് ആദ്യത്തെ ടൈം പ്രിപ്പയർ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാണ് രണ്ടാമത്തെ ടൈമിൽ ഞാനൊന്നും കൂടെ ട്രൈ ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പുളിയുടെ ആ ചട്നി. നല്ല സ്വീറ്റ് ആയിട്ടുണ്ടാവും കഴിക്കാൻ. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ബാക്കിയൊക്കെ ഒരു കുറച്ച് എരിവും ആ ചാറ്റ് മസാലയുടെ ഫ്ലേവറൊക്കെ വരുന്നതിനിടയിൽ ഈ ഒരു സ്വീറ്റ്നെസ്സും കൂടെ വരുമ്പോൾ നല്ല എന്തോ ഒരു ടേസ്റ്റാണ്. ഇനിയപ്പോൾ നമുക്ക് കഴിച്ചാലോ?